Welcome back to my channel. Here we are with the textbook Crossing the Borders Malayalam Literature and English Translation. And in this video, what I intend to do is I will discuss the question and answers from the chapter After the War written by K. Sachidanandan. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ക്രോസിംഗ് ദ ബോർഡേഴ്സ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററിന്റെ ഡിവിഷൻ എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു ഗൈഡഡ് സെൽഫ് സ്റ്റഡി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ക്ലാസ് റൂം സ്റ്റഡീസും ഉണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈഡഡ് സെൽഫ് സ്റ്റഡി സെക്ഷനിൽ നിന്നും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. ബട്ട് ക്ലാസ് റൂം സ്റ്റഡിയിൽ നിന്നും എന്തൊക്കെ ചോദിക്കും? ഷോർട്ട് ആൻസേഴ്സ്, പാരഗ്രാഫ് ആൻഡ് ഓൾസോ എസ് എ ക്വസ്റ്റ്യൻ. ബട്ട് നമ്മൾ പറഞ്ഞു ക്ലാസ് റൂം സ്റ്റഡിയിലെ പാരഗ്രാഫിനെ പോലെ അല്ല ഗൈഡഡ് സ്റ്റഡി സെക്ഷനിൽ വരുന്ന പാരഗ്രാഫ്. ഇവിടെ നമുക്ക് 4 മാർക്കിന്റെ ഒരു പാരഗ്രാഫിന്. സോ നമ്മൾ കുറച്ചധികം ആൻസേഴ്സ് എഴുതേണ്ടി വരും. സോ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ, അതായത് ആഫ്റ്റർ ദി വാർ എന്നുള്ള കെ സച്ചിദാനന്ദന്റെ കവിത, പേജ് നമ്പർ 131 എടുക്കാം. സോ അവിടെ നമ്മൾ കവിത ഡിസ്കസ് ചെയ്തതാണ് ആ ഒരു കുരുക്ഷേത്ര വാർ ആ ഒരു വാറിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ്. സോ എന്തായിരുന്നു കവിതയുടെ മെസ്സേജ്? യുദ്ധം അത് പഴയ തലമുറയിലാണെങ്കിലും ഇന്നത്തെ തലമുറയിലാണെങ്കിലും എന്താണ്, അവസാനമില്ലാത്ത ഒരു കാര്യമാണ് യുദ്ധം എന്നുള്ളത്. എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളത്. സോ അതാണ് ഈ കവിതയുടെ ബേസിക് തീമായിട്ട് വരുന്നത്. പിന്നെ പേജ് നമ്പർ 133 എടുത്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഗൈഡഡ് സെൽഫ് സ്റ്റഡീസിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് ചിലപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. എന്ത് ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫിന് അത് ചോദിക്കുക എന്നുള്ളത്. സോ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്നുള്ളത് കാണാം. സോ അതിൽ കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാരഗ്രാഫിന് ചോദിക്കുക. സോ നിങ്ങൾ ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്നുള്ളതിൽ നോക്ക്. ഫ്രീ വേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫ്രീ വേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞതാണ് എന്താണ്, റൈം ഇല്ലാണ്ട് അതായത് ലൈൻ ലെങ്ത് ഒന്നും കണക്കാക്കാണ്ട് എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ടല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈൻഡിൽ വരുന്ന ലൈൻസ് എഴുതുക കവിതയുടെ ഇന്ന സെന്റൻസിൽ ഇത്ര വേർഡ്സ് എന്നുള്ള രീതിയിലൊന്നും ഒരു നിയമവും വെക്കാണ്ട് ഒരു ചിട്ടയും കൂടാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ലൈൻ ലെങ്ത് വേരിയാക്കി മാറ്റിയും മറിച്ചും കവിത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ കവിത വരുന്നതിന് പോലെ അതുപോലെ എഴുതിയ അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കതറിയാം. സോ അതെന്തായാലും പാരഗ്രാഫിന് ചോദിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ നെക്സ്റ്റ് നോക്ക്, ആഫ്റ്റർ ദി വാർ ആസ് എൻ ആന്റി വാർ പോയം. സോ അത് വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ നിങ്ങൾ ഈ ഗൈഡഡ് സെൽഫ് സ്റ്റഡീസിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. സോ നെക്സ്റ്റ് നോക്കുക, അവിടെ അലൂഷൻ, ഐറണി ആൻഡ് സറ്റയർ. സോ അലൂഷൻ, ഐറണി ആൻഡ് സറ്റയർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ പോയിന്റ് ഔട്ട് ദി allusion, irony and satire expressed in Sachidanandan's poem After the War എന്ന് ചോദിക്കാം. സോ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഐറണി ആൻഡ് സറ്റയർ എന്താണെന്ന് അറിയാം അറിയില്ലേ? ഐറണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വിരോധാഭാസം നമ്മൾ ചെയ്യുന്നതൊന്ന് പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറൊന്ന്. നമ്മൾ ഈ കവിതയിൽ കണ്ടു അവരെന്ത് ചെയ്യാണ്, എന്തിനു നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ച് അടുത്ത നിമിഷം പിന്നെയും വാളെടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. പിന്നെയും അവർ എന്താണ്, കുറെ ആൾക്കാർ മരിക്കുമ്പോൾ പിന്നെയും ചോദിക്കും എന്തിനു നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പിന്നെയും വാളെടുക്കുന്നു. സോ ഇതാണ് എന്ത്, ഐറോണിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. പിന്നെ സറ്റയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, സറ്റയറിൽ ഐറണി ഉപയോഗിക്കാം, കോമഡി ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ എന്താണ്, പരിഹാസ്യപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്തിനെങ്കിലും പരിഹസിക്കാം.
സമൂഹത്തിലെ ഒരു വ്യക്തിയെയോ മറ്റോ അല്ല നമ്മൾ പരിഹസിക്കുക ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്ത് ഐറണിയൊക്കെ യൂസ് ചെയ്ത് പരിഹസിക്കുന്ന ആ ഒരു ടൈപ്പ് റൈറ്റിംഗ് എന്താ പറയാ സാറ്ററിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും എന്താണ് വളരെ ഇന്റർമിംഗിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഐറണിയും സറ്റയറും ഏകദേശം ഒരേപോലെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അല്ലൂഷൻ എന്ന് പറയുന്ന അല്ലൂഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തിനെങ്കിലും സൂചിപ്പിക്കുക. സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലെ, എന്താണ് ദ യൂസ് ഓഫ് അല്ലൂഷൻ ഇൻ ദ പോയം ആഫ്റ്റർ ദ വാർ എന്ന് പറയുമ്പോൾ അല്ലെ എന്ത് അല്ലൂഷൻ അവിടെ ഉള്ളത്? അല്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും അല്ലെ നമ്മൾ ഏതെങ്കിലും മുൻകാലത്തെ എന്തിനെങ്കിലും സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ ഇവിടെ അല്ലൂഷൻ ഓഫ് മഹാഭാരത വാറാണ്. സോ മഹാഭാരത യുദ്ധത്തിന്റെ ആ ഒരു സൂചന അത് കവിതയിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഫ്റ്റർ എന്താണ് ഇത് നമ്മുടെ ഇതൊരു ആന്റി വാർ പോയമാണ് അതായത് യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ മണ്ടത്തരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കവിതയാണ്. അതാണ് എന്ത് ആന്റി വാർ എന്ന് പറഞ്ഞാൽ ആന്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നുള്ളതാണ്, ഒരു എതിർക്കുന്ന എന്നുള്ളതാണ്. സോ യുദ്ധത്തെ എതിർക്കുന്ന യുദ്ധത്തിന്റെ ഫൂളിഷ്നെസ് കാണിച്ചു തരുന്ന കവിതയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആന്റി വാർ പോയം എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാണ്ട് അവരെങ്ങനെ ചോദിക്കണം, ചിലപ്പോ ഡിസ്കസ് ദ തീം ഓഫ് വാർ ഇൻ ദ പോയം ആഫ്റ്റർ ദി വാർ. സോ ആ ഒരു വാർ എന്നുള്ള തീം എങ്ങനെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരാം. സോ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെയാണ് സാധ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ്. ആഫ്റ്റർ ദ വാർ, written by K. Sachidanandan, who was born in 1946. The first question is, സോ ഞാൻ ഇവിടെ 2 പാരഗ്രാഫ് ആയിട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളത്. സോ 3 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ അതായത് അത് ഏത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫ് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു സെക്ഷനാണ്, അതായത് സാറ്റയർ ഐറണി എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യന് മാച്ച് ആവുന്ന രീതിയിലുള്ള വേറൊരു പാരഗ്രാഫാണ്. സോ അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർ ആയിട്ടുള്ളത്. Analyze after the war as an anti-war poem. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഡിസ്കസ് ദ തീം ഓഫ് വാർ ഇൻ ദ പോയം ആഫ്റ്റർ ദി വാർ. അതല്ലെങ്കിൽ എന്ന് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ദി അലൂഷൻ ഓഫ് ദ മഹാഭാരത വാർ ഇൻ ദ പോയം ആഫ്റ്റർ ദി വാർ. Now let's read the answer. War is neither glamorous nor attractive. It is the greatest catastrophe that can befall human beings. It brings death and destruction, merciless slaughter and butchery, disease and starvation, poverty and ruin in its wake. But for many years, wars have been in the world. In K. Sachidanandan's poem, After the War, he takes the backdrop of the great Kurukshetra war of the Indian epic, the Mahabharata, to point out the futility of war. It is an anti-war poem where we get the message that every war at its end is against one's own brother. The Kurukshetra war was an 18 days war described in the Mahabharata. The conflict arose between 2 groups of cousins, the Kauravas and the Pandavas, due to the struggle for dynastic succession to the throne of Hastinapura. In the poem, we see that after finishing each phase of the war, the fighters look at the destruction caused by the war. At this time, they question their own very idea of war. They seem to be existing in an existential dilemma. They have fallen victim to some other outside force than the drive from their own conscience.
They affirm that they belong to the same earth and share everything equally, and yet they fight foolishly. They are but not ready to take the responsibility of the destructions. Here the writer mocks men in general who, after the last grain of sand runs out from their feet, raise their accusing finger at one another. They ask one another, whose cruel acts are these? Who was behind it? Their retrospection for the whole of human race has but a short life. After trying to clarify the reason behind the sufferings caused by the war, they again polish their weapons and roar aloud to start the war afresh. The poem reminds us that war is a time of violence, protest, and death. With this conflict, a lot of poverty is written because poetry is one of the most common ways for people to put across the feelings about situations. War is one of those situations for which many people have very strong feelings. Through a situation drawn from one of the greatest Indian epics, the poet K. Sachidanandan spells his message against the foolishness of war. He says there, the present is no different from the past, and people love to live in the foolishness of war. ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ആൻസർ എലോങ്ങേറ്റഡ് ആക്കി കൊണ്ടുപോകണം. സോ ഒരു 4 മാർക്കിന്റെ ആൻസറൊക്കെ ആകുമ്പോൾ 1.5 പേജ് ഉണ്ടാവണം. 3 മാർക്കിന്റെ ആൻസർ നമുക്ക് അല്ല പാരഗ്രാഫ് ആൻസർ 1 പേജ് മതിയാവും. ബട്ട് 4 മാർക്കിന്റെ പേജ് 1.5 പേജ് 2 പേജ് എഴുതുന്ന അതാണ് പ്രോപ്പർ. സോ എന്ത് ചെയ്യുക, ഒരു ആൻസർ കഴിഞ്ഞാൽ അതേ ചാപ്റ്ററിൽ ഉള്ള വേറൊരു ആൻസർ അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. സോ നമുക്കല്ല ഇത് എഴുതിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എത്തിയില്ല എങ്കിൽ അല്ലെ ലെങ്ത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അല്ലെ താഴെ ഇല്ലാതെ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു അല്ലെ ലൈൻ എന്താ പറയുക, അപ്പൊ ആൻസറിലുള്ള കുറച്ച് പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് ആ ലെങ്ത് നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ആ ഒരു റൈറ്റിങ്ങിലെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ വേറൊരു ആൻസറിന്റെ പാർട്ട് എടുത്ത് വെക്കാൻ പാടില്ല. സോ നമ്മൾ അല്ലെ എന്ത് ചെയ്യുക, ആ ഒരു അല്ലെ ലെങ്ത് നീട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുമ്പോൾ അത് ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ പാർട്ട് എടുത്തിട്ട് ഫസ്റ്റ് ആൻസറിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് വേണമെങ്കിൽ ഫിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Explain the writer's use of irony and satire in the poem after the war. സോ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് അല്ലെ എന്താണ് ഐറണി, എന്താണ് സറ്റയർ എന്നുള്ളത്. സോ നൗ വി ക്യാൻ ഗോ ടു ദി ആൻസർ ഡയറക്ട്ലി. The beauty of literary works is that through the correct play of words, the writers convey certain emotions and feelings. Irony is a figure of speech in which words are used in such a way that their intended meaning is different from the actual meaning of the words. Satire is a literary genre that uses humor, irony, wit, and exaggeration to expose the weakness of the society and its individuals. In K. Sachidanandan's poem After the War, we see the best use of irony and satire. The poet here takes the backdrop of the great Kurukshetra war of the Indian epic, the Mahabharata, to point out the futility of war. The poem begins with a satiric statement.
That is, when the counting of the dead bodies began. It reveals that the mad fight has caused them to lose many people on both sides. This idea terrifies the fighters and they at once start questioning the other party. But in reality, we see that they are questioning their own self and the evil lying in their heart. Every statement of their curiosity to know who has caused the damage really arouses laughter in the readers. They are fooling themselves by a feigned sense of innocence, while in their effort to hide the devil behind. Once they point out the things they share equally, the satire is complete. But we see that their lament only serves as a refrain that only refreshes them to take up their weapons again for fighting. The poem reaches its peak of irony once they return to fight. The poet writes here, "Then they polished their guns and began shooting one another." In the mad craze of war, they have lost a sense of reality and they have lost the control over their constant mind. They waver between pain and pleasure that the war offers them. They feel pain at the death of their dear ones, but their pain subsides soon when the animal behind their flesh rises atop with a blood cry. The writer, through his use of irony and satire, says that we should have to have a rethought before taking arms against our own brothers. So ഇവിടെ സെക്കൻഡ് പാരഗ്രാഫ് കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്ത് ചെയ്യുക? പറഞ്ഞതുപോലെ എക്സാമിന് ലെങ്ത് ആവശ്യമുള്ളതുപോലെ എഴുതുക. സോ ടൈം നോക്കി നമ്മൾ എഴുതണം. മെയിൻ പേപ്പർ കോർ പേപ്പർ ആണ്. അത് ഒരുപാട് എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം. എന്ന് വെച്ച് പാരഗ്രാഫ് നീട്ടി വലിച്ച് എഴുതാൻ നിൽക്കരുത്. ടൈം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എഴുതുക. സോ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് സ്പേസ് അവിടെ ബാക്കി വെച്ചിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എഴുതാനായിട്ട് ബാക്കി വെക്കാം. സോ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ പേപ്പറിൽ സ്പേസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം എഴുതാം. സോ അവിടെ അവസാനം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്താവും എന്നൊന്നുള്ള പേടി വേണ്ട. സോ അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ നോക്കുക, പേജ് നമ്പർ 133 133 എടുക്കുമ്പോൾ അവിടെ ആ ഒരു ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്നുള്ളതിൽ നമുക്ക് എന്ത് കാണാം? ലാസ്റ്റ് ടോപ്പിക് നോക്കുക. അത് പാരഗ്രാഫിന് പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാർ ആൻഡ് ദി പോസ്റ്റ് കൊളോണിയൽ കണ്ടെക്സ്റ്റ്. സോ പോസ്റ്റ് കൊളോണിയൽ അതായത് മോഡേൺ വേൾഡിന്റെ അവസ്ഥ, ആധുനിക ലോകത്തിന്റെ അവസ്ഥ, അതും എന്താണ്? മഹാഭാരതത്തിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്നും ഒട്ടും മെച്ചപ്പെട്ട അവസ്ഥയല്ല. മനുഷ്യൻ എന്താണ് അന്നും ഇന്നും ഒരുപോലെ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഐഡിയ നമുക്ക് ഈ ഒരു കവിതയിൽ വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയും കിട്ടാം എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് വേറെ ഒരു ഐഡിയ നേഷണലിസം ആൻഡ് വാർ എന്ന് പറയുന്നുണ്ട്. സോ നേഷണലിസം ആ ഒരു ഐഡിയ എങ്ങനെയാണ് കവിതയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ എങ്ങനെയാണ്? സോ അവനവന്റെ നേഷന് വേണ്ടി അവനവന്റെ ദേശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ബ്രദേഴ്സ് ആണ് എന്നുള്ളത് മറക്കുന്നു എന്നുള്ള കാര്യം അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ആൻസറിനെ എഴുതിക്കൊണ്ടുവരിക. സെക്കൻഡ് നോക്ക്, ഹ്യൂമനിസം ഹ്യൂമനിസം ഇൻ ദ പോയം ആഫ്റ്റർ ദി വാർ എന്ന് ചോദിക്കാം. സോ നമുക്ക് ഇവിടെ ഉള്ളത് ഹ്യൂമനിസം അല്ല ആ ഒരു ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാനുഷിക മൂല്യങ്ങൾക്ക് ആ സാഹോദര്യ മൂല്യങ്ങൾക്കാണ് എന്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ആണ് ഹ്യൂമനിസം. ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു
ഹ്യൂമൻ ബീങ്സ് അല്ലെ, ആ ഒരു ഐഡിയ ആണ് ഹ്യൂമനിസം. ബട്ട് ഇവിടെ നമ്മൾ കാണുന്നതല്ലേ ആ ഒരു ഐഡിയ ഒരു പ്രറ്റൻഷൻ ആണ് അല്ലെ. ഹ്യൂമനിസം എന്നുള്ളത് ഒരു വെറും എന്താണ്, കാപട്യം മാത്രമാണ്. അതുകൊണ്ട് അവർ ചോദിക്കുന്നത് അല്ലെ, ആരിത് ചെയ്തു അല്ലെ, ഇത് ആരാലാണ് അല്ലെ ചെയ്യപ്പെട്ടത്, ഇങ്ങനെ ഒരു അല്ലെ ക്രൂവൽ ഡീഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, പരസ്പരം പിന്നെയും ഫൈറ്റ് ചെയ്യാണ്. സോ അവരുടെ ആ ഒരു അല്ലെ സാഹോദര്യ ബോധം എന്ന് പറയുന്നത് എന്താണ്, ഒരു കള്ളത്തരം അല്ലെ, വെറും ഒരു എന്താണ് ഫാൾസ് സെൽഫ് ചീറ്റിംഗ് മാത്രമാണ് അല്ലെ, ഒരു ആത്മവഞ്ചനയാണത്. സോ ഇവിടെ കവിതയിലല്ലേ നമ്മൾ ഉയർന്നു കാണുന്നത് ഹ്യൂമനിസം അല്ല, ഒരു തരം എന്താണ് ആന്റി ഹ്യൂമനിസം ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ കൊണ്ടുവരണം. സോ അവരുടെ അല്ലേ എന്താണ് ആ ഒരു ക്രൈ അല്ലെ, ഹെൽപ്ലെസ് ക്രൈ ദാറ്റ് ഹൂ ഡിഡ് ദിസ് എന്നുള്ളത് എന്താണ്, വെറും ഒരു അല്ലെ പ്രറ്റൻഷൻ ഓഫ് ഹ്യൂമനിസം ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ആൻസർ എഴുതാനായിട്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പോയത്തിൽ നിന്നും ചോദിക്കുള്ളൂ. So you just need to write, I'm going to study these 2 paragraph questions. Then you can properly arrange all the paragraph questions. ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് അല്ലെ ഈ ഒരു ആൻസേഴ്സിനെ മാറ്റി അല്ലെ കുറച്ച് മാറ്റി ബിഗിനിങ് ഒക്കെ മാറ്റി ഒന്ന് എഴുതി കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. So that's all for today. We will meet again in the next class with the notes of some other chapters from the same textbook.